മനസ്സിലായി. കാണുന്നില്ലല്ലോ. വരുന്നുണ്ട്. ഞാൻ നോക്കില്ല കേട്ടോ. ദേവിയെ കണ്ടിട്ട് കുറച്ചുകളായല്ലോ. ഓ മാഷ, ഇന്നലെ കൂടി നമ്മൾ കൊളക്കളവിൽ വെച്ച് കണ്ടതല്ലേ ദേവിയെ? കാട്ടിലിരിക്കുന്ന ഞാൻ കാണാറുണ്ട്. പാമ്പ് കൊത്താതെ നോക്കിക്കോ. എന്നാ ഞാൻ ചെല്ലട്ടെ. ദേവി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഒരു 50 രൂപ തേങ്ങ വന്ന് മോന്താനാ ഞാൻ തല്ലു വാങ്ങില്ലേ? അയ്യോ മാഷേ ഇതാര് ഗുണ്ടഷിപ്പോ? അയ്യോ പറയും മാഷേ. നീ ഫുൾ ടൈം വെള്ളോടിയെന്ന് കേട്ടല്ലോ. ഇല്ല മാഷേ. നീ ഇപ്പൊ പൈന്റ് വാങ്ങുന്ന കാര്യം പറയുന്നത് ഞാൻ കേട്ടല്ലോ. പൈന്റ് വാങ്ങാനല്ല മാഷേ, അവന്റെ അമ്മയ്ക്ക് BP ഷുഗറുമായിട്ട് അരി വാങ്ങാനാ മാഷേ. ഡാ പോയിട്ട് അരിയൊക്കെ വാങ്ങടാ. പോടാ. ഞാൻ പോട്ടെ അവന്റെ കൂടെ. ചേട്ടാ, ഈ മാധവ മാസ്റ്റർ വീട് എവിടെയാ? മാധവ മാഷ്ടർ വീട്ടിലേക്ക് ഈ വളം കഴിഞ്ഞിട്ട് നേരെയാണ് പോവുക. 100 മീറ്റർ കഴിഞ്ഞാൽ വലത് സൈഡിലാണ് വീട്. അവിടെ എന്താ കാര്യം? അവിടെ ആളുടെ മോളെ പെണ്ണ് കാണാൻ വന്ന. ആ പെണ്ണല്ലേ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് പിറ്റേ ദിവസം വന്നത്? ചേട്ടൻ ഈ മാധവ മാഷ്ടർ മോളെ കുറിച്ചല്ലേ പറഞ്ഞു? അതെ. ഈ പയ്യനെ കണ്ടിട്ട് ഒരു നല്ല പയ്യനാണെന്ന് തോന്നുന്നല്ലോ. ആ പറഞ്ഞത് കുറച്ചു കൂടി പോയിട്ടോ. മാഷേ, എന്റെ കല്യാണ കാര്യം എന്തായി? ഒന്നും അവിടെ ശരിയായിട്ടില്ല മാഷേ. ഒക്കെ ചെറുപ്പം പെമ്പിള്ളേരാ. പ്രായം എനിക്കൊരു പ്രശ്നമല്ല. അവർക്കും ആഗ്രഹങ്ങളില്ലേ മാഷേ? മാഷിക്ക് കിട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യ. മാഷിക്ക് പെൻഷൻ ഉണ്ടല്ലോ. എന്നുവെച്ചാ ഞാൻ കെട്ടിക്കോളാം. അത് ഒത്തിരി കാലമായിട്ട് ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു. കൊള്ളാലോ മാഷിന്റെ പൂതി. ശരിയപ്പോ വരുന്നില്ലേ? തുടങ്ങി അവന്റെ അഭ്യാസം. ചുഞ്ചരൻ ചുള്ളനായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചുള്ളനല്ല മുത്തേ. ഒരു ചായ പറയടാ. അടുത്ത ചായ കടക്കാനാ. എന്തടാ നിനക്ക് വേണ്ടി വരണ്ട. മോളെ, എന്താടോ? എനിക്കൊരു കാര്യം പറയാം എന്റെ മോളുടെ അടുത്ത്. എന്ത് കാര്യം? എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ് മോളെ. നിനക്ക് വേറെ പണിയില്ലടോ? എനിക്ക് വേറെ പണിയില്ലാത്തോണ്ടല്ല മോളുടെ കൂടെ ഇങ്ങനെ നടക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ. ആദ്യം പോയി കണ്ണാടി നോക്കും. തടിയാ ലക്ഷ്മിക്കുട്ടി 3 മാസം കൊണ്ട് ടീറ്റാ പാറ്റിയെ പോയി. തടിയങ്ങ് കുറച്ച് വിജയാണന്റെ പോലെ വന്ന് നിൽക്കും എന്റെ മുത്തിന്റെ അടുത്ത്. നീയാ? പോടാവിടുന്ന്. മോളെ, ഈ ഷിബു പറഞ്ഞാലൊരു മാറ്റവും ഇല്ല. നീ എന്റെ അടുത്ത് വരും മോളെ ഇഷ്ടപ്പെട്ടിട്ട്. എന്റെ ചക്കര ഉമ്മ. എന്റെ മോളെ, ഞാൻ നിന്നെ എടുത്തോളാടി. ഞാൻ എന്തായാലും അവളെ വളയ്ക്കും. അന്നാ നിങ്ങൾ നോക്കിക്കോ. ഇതേപോലെ ബൈക്കിൽ ഞങ്ങളൊരു പോക്ക് പോടാ. കാണാം. എന്റെ പെണ്ണിനെയും കൊണ്ട് വന്ന് ഇവിടെ ചായയും കഴിക്കും, പരിപ്പോടെയും കഴിക്കും. അതൊക്കെ നീ കാണും. ഇല്ലടാ? അതേടാ നടക്കൂടാ. ചേച്ചി ഇങ്ങോട്ട് വരി, ഒരു കാര്യം പറയാൻ. എന്താ? ലക്ഷ്മിയുടെ കാര്യം എന്തായി? നിനക്ക് സമാധാനായില്ലടാ? ചേച്ചി എന്താ പറഞ്ഞ? എന്താ സമാധാനം? ഞാൻ എന്ത് ചെയ്തു? എന്തൊക്കെ അപവാദം കൊണ്ട പെണ്ണിന്റെ കല്യാണം മുടക്കിയത്? ആവശ്യമില്ലാത്ത പറയണ്ട. ആര് പറഞ്ഞ അപവാദം പറഞ്ഞെന്ന്? നീയെ കല്യാണം മുടക്കുന്ന ആരുണ്ട്? അച്ഛൻ പറഞ്ഞല്ലോ. അയാൾക്ക് തലയ്ക്ക് പ്രാന്താണ്. ഞാൻ അവളുടെ പുറകെ നടക്കണോണ്ട്. കല്യാണം ശരിയായി പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ടാണോ പ്രാന്താന്ന് പറയണ നീയെ? എനിക്ക് അവളുടെ ഇഷ്ടം കൊണ്ടല്ലേ. അത് ശരി. വേറെ അടുത്തിന് പെണ്ണ് പറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നീ നടന്ന ശരിയാവോ കാര്യം? നന്നായി. എന്റെ കയ്യിന്ന് കാശുമായി പെണ്ണുമ്പിള്ളി അനാവശ്യം പറയണണ്ട. എത്ര പ്രാവശ്യം എന്റെ അടുത്ത് 500,000 വാങ്ങി. അതെടാ. ഹലോ ചേച്ചി എവിടെയാ? നീ എത്തിയാ? ചേച്ചി പറഞ്ഞ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഒരാളെ കണ്ടപ്പോഴേ ആ കുട്ടി ഒരു പ്രാവശ്യം ഓടിപ്പോയതും തിരിച്ചു വന്നാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് അതും ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഞാൻ വരുന്നു. മഴ കൊള്ളാതെ വീട്ടിൽ പോടാ. ഞങ്ങള് പൊക്കോളാം. ചേച്ചി വരണ്ടല്ലോ. ഞാൻ ഓടിപ്പോനെ തല വെച്ചിട്ടോ. പറയാൻ പറ്റില്ല. നല്ല മഴയായ കാരണം നേരം വൈകിട്ടാ.
ആ വൈകില്ലല്ലോ അല്ലേ? ഇല്ല അതൊന്നും. ആ ശരി. അല്ല നീ എന്താ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ചേച്ചി ആ പെൺകുട്ടി ഒരു പ്രാവശ്യം ഒളിച്ചോടി പോയില്ലാന്നൊക്കെ പറയണ്ട. അതെ ഞാൻ അറിഞ്ഞിട്ടില്ലാട്ടാ. എന്ത് വേണ്ടി പോണ? ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് പോയി നോക്കിയല്ലോ നമുക്ക്. എന്നാ പിന്നെ നോക്കിട്ട് വരാം. ശരി. ഭാഗ്യം ആളുണ്ട് അവിടെ. ചേച്ചി ഇയാളാരാ? പെണ്ണിന്റെ അച്ഛൻ. ഇയാളാ റോട്ടി വെച്ച കാര്യം പറഞ്ഞു. എന്ത്? അപ്പൊ സ്വന്തമുള്ള കല്യാണം മുടക്കം നോക്കുന്നത് ഇയാളാ? എനിക്ക് കേറണ. എന്തായാലും വന്നു, ചാടിച്ചിട്ട് പോവാ. എന്നാ കേറാം. ആ വാ വാ, ആ കയറി വരൂ. വിളിക്കണ്ടല്ലോ, എന്നെ കെട്ടിക്കോ? ഇങ്ങോട്ട് ഇരിക്കുക കേട്ടോ. ആ ഇരിക്ക്. ആ ഇല്ല ഇരിക്ക്. ആ നീ ഇരിക്ക്. ഇതാണ് നമ്മുടെ ചെക്കൻ. ഉം. അവൻ സ്വന്തമായിട്ട് കാറ്ററിംഗ് സർവീസ് നടത്തുക. ഇയാളെന്താ തന്തേടാ, ഇയാൾക്കൊരു മാനസികം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. ഒരച്ഛൻ പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ മോള് ഒരാളുടെ കൂടെ ഒളിച്ചോടി. അവൾ പിറ്റേ ദിവസം തന്നെ വരികയും ചെയ്തു. നാട്ടുകാർ പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ പറഞ്ഞറിയുന്നത്? എന്നാ മോളെ വിളിക്കാം അല്ലേ? ആ വിളിക്കാം. മോളെ എന്താടാ? ഒന്നുമില്ലടാ, ഇവളെ ഞാൻ അറിയണ്ട. എങ്ങനെ? എൻ്റെ എക്സില് കാവ്യ, അവളുടെ ഫ്രണ്ടടത് ഇവളാണ് കൂട്ടുവരാറ്. അതല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ചേച്ചി ഏ? എടാ. ചേച്ചി എനിക്കുള്ള അറിയണതാ. പിന്നെ എൻ്റെ പണ്ടത്തുള്ള എൻ്റെ ഫ്രണ്ടാ. ഞങ്ങളുടെ മീറ്റിന് ഇവളാണ് കൂട്ടുവരാറ്. ഏതായാലും വന്നതല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാം. എന്താ ഒന്നും സംസാരിക്കുന്നില്ലേ? ചേട്ടാ വായോ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അല്ല, തനിക്കെന്നെ മനസ്സിലായ? അറിയാൻ ചേട്ടാ, കാവ്യ ചേച്ചിയുടെ കൂടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അപ്പൊ ഇത് അവസാനിപ്പിക്കല്ലേ? പരസ്പരം നമുക്ക് രണ്ടാൾക്കും അറിയാം. എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ചൂടെ? അച്ഛൻ ചിലതൊക്കെ പറഞ്ഞല്ലോ. നീ ആരുടെ കൂടെ പോയിന്നോ വന്നു എന്നൊക്കെ? അത് പിന്നെ ഒരാളെനിക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട്? പക്ഷേ ഞാൻ പോയി എന്നുള്ളത് സത്യാ. പോയിട്ട് പിറ്റേന്ന് തന്നെ വരികയും ചെയ്തു. അതെന്താ? അയാൾക്ക് വേണ്ടത് പെണ്ണിനെയല്ല ആണിനെയാ. താനെന്താ താഴെ നോക്കി ചിരിക്കുന്നേ? അത് പിന്നെ പിന്നെ ചേട്ടന്റെ കളി ഭയങ്കര ഇഷ്ടാ. ഇത് നടക്കില്ല. ശരിയെന്നാ. ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ ചേച്ചി, ഈ കല്യാണം നടക്കില്ല ചേട്ടാ. എന്താ എന്താ നീ വാ. ഇരിക്കുന്നേ, കാര്യം പറഞ്ഞിട്ട് പോ. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടാ. നിനക്ക് എല്ലാ കാര്യം അറിയണതല്ലേ മോളെ? എനിക്കെല്ലാം അറിയാം. അതെ, എനിക്ക് ആ ചേട്ടന്റെ കളി ഭയങ്കര ഇഷ്ടാ. അതല്ല, ഫുട്ബോൾ കളി ചേച്ചി.